കാന്തപുരം ഉസ്താദിനെ തെറിവറയിൽ യോഗ്യതല്ല കൂട്ടരെ. അതിന് ചെറിയ റേഞ്ച് പോയി കിട്ടിയാൽ മതി, ചെറിയ റേഞ്ച് കമ്മിയായാൽ മതി തോന്നിവാസം പറയാൻ. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹത്തായ ഈ ആദർശപ്രസ്ഥാനം, ആ ആദർശപ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കായ മുഖാമുഖം നടത്തി നമ്മുടെ പണ്ഡിതന്മാർ. ആ മുഖാമുഖങ്ങളുടെ ആവേശകരമായ രംഗം ഈ രാജ്യത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ മുഖാമുഖ നായകരുടെ നേതൃത്വമായിരുന്ന മഹാനായ മാളിയേക്കൽ ഉസ്താദ് ആവേശത്തോടെ ആ കാര്യം സൂചിപ്പിച്ച് വെല്ലുവിളിക്കുകയാണ്. ഇതൊരു പരസ്യമായ വേദി ചാലിയത്തങ്ങാടിയിൽ അല്ലേ? ഈ പരസ്യമായ വേദിയിൽ നമ്മുടെ പ്രവർത്തകന്മാർ ഇവിടെ മറുപക്ഷത്തുള്ള വലിയ മൗലവിമാരുടെ വീട്ടിൽ വരെ ചെന്ന് ക്ഷണിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. വീട്ടിൽ വരെ വന്ന് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടേത് പരസ്യമായ വേദിയാണ്, സുതാര്യമായ വേദിയാണ്, തുറന്ന വേദിയാണ്. നിങ്ങൾക്ക് ആദർശപരമായി തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, സംശയങ്ങൾ ചോദിക്കാം, എത്രയും ചോദിക്കാം, തീരുന്നത് വരെ ചോദിക്കാം. ഇതല്ലേ നമ്മുടെ മുഖാമുഖത്തിന്റെ ശൈലി? മുഖാമുഖം ഇന്ന് ആരംഭിച്ചതല്ലല്ലോ, വർഷങ്ങളായി. നൂറുകണക്കിന് വേദികൾ ഞാനും എൻ്റെ സുഹൃത്തും മുഖാമുഖങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ തുറന്ന വേദികളാണ് നമ്മൾ ഒരുക്കിയത്, തുറന്ന വേദികൾ. ഞാൻ വളരെ വിനയത്തോടെ ചോദിക്കുന്നു, ഇങ്ങനെ തുറന്ന വേദി ഒരുക്കി ഒരു ശ്രോതാവിനെ സംബന്ധിച്ച് ആ ശ്രോതാവിന് തങ്ങളുടെ ആദർശങ്ങളിലുള്ള, വിശ്വാസങ്ങളിലുള്ള മുഴുവൻ സംശയങ്ങളും ചോദിക്കാൻ അവസരം സൃഷ്ടിച്ചുകൊണ്ടുള്ള പരസ്യമായ വേദി ഏത് മതപ്രബോധക സംഘത്തിനാണ് കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുക? ഏത് മതപ്രബോധക സംഘത്തിന് സാധിക്കും? SYS-നല്ലാതെ, SSF-നല്ലാതെ, ഈ രണ്ട് സംഘടനകളും പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കല്ലാതെ കേരളത്തിൽ ഇസ്ലാമിന്റെയും തൗഹീദിന്റെയും പേരിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് തങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും കക്ഷികൾക്ക് പരസ്യമായ ഒരു വേദി സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ആയിരക്കണക്കിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി, ഇതാ ചോദിച്ചോളൂ, മൈക്ക് ഞങ്ങളുടെ ചെലവിൽ തരാം എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് എന്താണ് സംശയങ്ങൾ, എന്തും ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുറന്ന വേദി SYS-കാർക്ക് മുമ്പിൽ ഒരുക്കിത്തരാൻ, SSF-കാർക്ക് മുമ്പിൽ ഒരുക്കിത്തരാൻ കേരളത്തിലെ ഏത് മതപ്രബോധക സംഘത്തിന് സാധിക്കും? മുജാഹിദാകാം, ജമാഅത്തെ ഇസ്ലാമിയാകാം, തബ്ലീഗാകാം, ഖാദിയാനിയാകാം, ഏതുമാകാം. ആർക്ക് സാധിക്കും? ഈ ഒരൊറ്റ വെല്ലുവിളിയിൽ നിന്ന് സുഹൃത്തുക്കളെ സത്യം എവിടെ എന്ന് മനസ്സിലാക്കാൻ ആർക്കാണ് പ്രയാസം? ആർക്കാണ് പ്രയാസം? ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു, അതെന്താണ്? പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം. പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ, പ്രമാണബദ്ധമാണോ എങ്കിൽ അവർക്ക് ചോദ്യങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അടച്ചുപൂട്ടിയ പുസ്തകമല്ല, ഇതൊരു തുറന്ന പുസ്തകമാണ്. തുറന്ന പുസ്തകമാണ്. ഈ പുസ്തകം ആർക്കും മറിച്ചു നോക്കാം. ആ പുസ്തകത്തിൽ ഉള്ള സംശയങ്ങൾ അത് ദൂരീകരിക്കുവാനും വിശദീകരിച്ചു തരുവാനും അതിന്റെ പണ്ഡിതന്മാർ ബാധ്യസ്ഥരാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു തരാൻ പണ്ഡിതന്മാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർ രംഗം വിടേണ്ടി വരും. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. പ്രബോധനം ചെയ്യുന്ന ആദർശം, പ്രബോധനം ചെയ്യുന്ന വിശ്വാസം, പ്രബോധനം ചെയ്യുന്ന കർമ്മ പരിപാടികൾ, ആ കർമ്മ പരിപാടികളെ സംബന്ധിച്ച് ഏത് സംശയങ്ങൾ പ്രബോധിത ജനതക്കുണ്ടെങ്കിലും ആ പ്രബോധിത ജനതയുടെ സംശയങ്ങളും അവരുടെ ആശങ്കകളും അവരുടെ ഭയപ്പാടുകളും അത് തികച്ചും പ്രമാണബദ്ധമായി രേഖകളുടെ പിൻബലത്തോടെ സഹോദരങ്ങളെ നിവാരണം കണ്ടെത്തി കൊടുക്കേണ്ടത് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ ബാധ്യതയാണ്. അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തുറന്ന പന്തലിൽ വെച്ച് ചോദിച്ചോളൂ, നിങ്ങൾക്ക് എത്രയും ചോദിക്കാം എന്ന് ഞങ്ങൾ പറയുന്നത്. ഇവിടെ വെച്ച് മാത്രമല്ല, ഒരു കാലത്ത് നിയമതടസ്സങ്ങളില്ലായിരുന്നു, ഇപ്പൊ നിയമതടസ്സങ്ങൾ വരാൻ തുടങ്ങി. കാരണം പിൻവാതിലിലൂടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഞങ്ങൾക്ക് പലപ്പോഴും വളരെ ആവേശകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ വെച്ച് മുഖാമുഖം നടക്കുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നു,
10 മണിവരെ 9:30 മണിവരെയായിരുന്നു അനുവദിച്ച സമയം. 9:30 മണിവരെ വിഷയാവതരണം മഗ്‌രിബിന് മുമ്പ് കഴിഞ്ഞ് പിന്നീട് മഗ്‌രിബിന് ശേഷം ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. പക്ഷെ അപ്പോഴും 9:30 വരെ മാത്രമേ സമയമുള്ളൂ. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്റ്റേജിന്റെ പിൻഭാഗത്ത് കാവലിരിക്കുകയാണ്. 9:30 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 10:30 കഴിഞ്ഞു, 11 കഴിഞ്ഞു. 11:30 മണിക്കാണ് SI വന്നുകൊണ്ട് ഇപ്പൊ ഏറെക്കുറെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നിങ്ങൾ നിർത്തിക്കോളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞത്. SI അദ്ദേഹം മുഖാമുഖം കേൾക്കുകയായിരുന്നു. 9:30 മണിവരെ അനുവദിച്ച സമയം 11:30 വരെ നീട്ടിത്തന്നു. ഇന്ന് ചരടുവലികൾ തുടങ്ങി. കാരണം SYSന്റെ പ്രബോധന പ്രവർത്തനങ്ങളെ ഭയക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. SSFും SYSും നടത്തുന്ന മുഖാമുഖ പരിപാടികളെ ഭയപ്പെടുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അതുകൊണ്ട് അവർ മറ്റ് ചില രഹസ്യ വഴികളിലൂടെ സ്വാധീനം ചെലുത്തി കൃത്യം 10 മണിക്ക് തന്നെ പരിപാടി അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. നമ്മുടെ കേരളത്തിൽ അങ്ങനെയായിരുന്നു മതപ്രബോധനങ്ങൾ നടത്തിയിരുന്നത്. സഹോദരന്മാരെ, ആ നെഞ്ചൂക്കാണ്, ആ ആർജവമാണ് മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഞങ്ങൾക്ക് കൈമാറി തന്നിട്ടുള്ളത്. ആ കൈമാറി തന്ന ആർജവബോധത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങളൊന്നൊരുമ്പെട്ടാൽ എസ്കക്കാർക്കാർക്കും കഴിയില്ല എന്നത് തിരുകേശ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2-3 കൊല്ലക്കാലത്തിനിടയിൽ നടന്ന ചർച്ചകളിൽ ഞങ്ങൾ കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തിയതല്ലേ. എത്ര ചർച്ച നടന്നു, എത്ര കാര്യങ്ങൾ പറഞ്ഞു. ഏതാണ് എസ്കക്കാരായി ഇനി ഞങ്ങൾ പറയാത്ത മറുപടി? നിങ്ങളൊരു 10 സാധനമുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ അതിന് മറുപടി പറയുന്നുണ്ട്, നിങ്ങൾ ബേജാറാകണ്ട. പക്ഷേ തിരുകേശ വിവാദത്തിൽ ഞങ്ങൾ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ടില്ലേ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടില്ലേ? UAE അഹമ്മദ് ഖസ്റജിയുടെ അരികിലേക്ക് ആ സനദ് പരിശോധിക്കാൻ മഹാനായ പേരോട് ഉസ്താദിനെ വെല്ലുവിളിച്ച അമ്പലക്കടവിന് പിന്നെ ശ്വാസം നേരെ വീണിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഓർമ്മണ്ടോ നിൽക്കാന്ന് വെല്ലുവിളി? കേട്ടോളൂ എസ്കക്കാരാ, തൊലിക്കട്ടി കൂടുതലുണ്ടെങ്കിൽ മാത്രം തെരുവിലിറങ്ങിയാൽ മതി, അല്ലെങ്കിൽ നാളെ ഊട്ടുമുണ്ടടിച്ച് തലയിലിടാതെ തെരുവിലിറങ്ങരുത് എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ വെല്ലുവിളി ഒന്ന് കേട്ടോളൂ. വെല്ലുവിളിക്കുന്ന ഇവിടുന്ന് അഹമ്മദ് ഖസ്റജി മരിച്ചു പോയിട്ടില്ല, പേരോട് മരിച്ചു പോയിട്ടില്ല, നമ്മളും മരിച്ചു പോയിട്ടില്ല. അബുദാബി നിലനിൽക്കുന്നത് അവിടെ സമാധാന യുദ്ധമല്ല. അബുദാബിക്ക് ടിക്കറ്റും കിട്ടും. എയർ ഇന്ത്യക്കിന്റെ പൈസകൾ പകരം ഒരുപാട് ഫ്ലൈറ്റ് വേറെ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് പറക്കുന്നുണ്ട്. വിസയും പെട്ടെന്ന് കിട്ടും. പേരോട് വിസ ഫ്രീ, ടിക്കറ്റ് ഫ്രീ. ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി അബുദാബി അഹമ്മദ് ഖസ്റജിമാരുടെ മിതമായ മധ്യസ്ഥന്മാരെ കൂട്ടിക്കൊണ്ട് പോകാൻ തയ്യാറാണെങ്കിൽ എല്ലാ ചെലവും വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. റെഡി റെഡി റെഡി. പോകുന്ന ദിവസം എനിക്ക് ഒഴിവുള്ള ദിവസം ടെലിഫോൺ ചെയ്തോ, വാങ്ങിക്കോ, ഞാൻ റെഡി. 5 പൈസ തരണ്ട. ഇനി വേണമെങ്കിൽ വരുന്ന 25-ാം തീയതി ഞാൻ അബുദാബിയിലുണ്ടാവും. വന്നോ? റെഡി. അടുത്ത് അങ്ങനത്തതൊന്നും വേണ്ട മോനെ. ഇനി മധ്യസ്ഥനാവേണ്ടേ അഹമ്മദ് ഖസ്റജിക്ക് നല്ല പരിചയമുള്ള ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം ബാപ്പാന്റെ കൂടെ വന്ന് പാണക്കാട് താമസിച്ചതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അദ്ദേഹത്തിന് അറിയാം, പാണക്കാട് തങ്ങന്മാരറിയാ. മർക്കസിൽ വന്നിട്ട് പിറ്റേന്ന് രാവിലെ ഉസ്താദിന്റെ മകൻ ഹക്കീം അസ്ഹരിയുടെ കൂടെ ഉസ്താദിന്റെ വണ്ടിയിൽ മർക്കസിൽ നിന്ന് പാണക്കാട് പോയിട്ട് മുനവ്വർ ശിഹാബ് തങ്ങളെയും മറ്റൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് മധ്യസ്ഥനായിട്ട് ബഹുമാനപ്പെട്ട മുനവ്വർ ശിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ റെഡിയാണ്. എനിക്ക് അവർ രണ്ടാളും പറ്റും. സഹോദരന്മാരെ, അത് ശരി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ? മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനി, യുക്തിവാദി, നീസറവാദി, ഇങ്ങനത്തെ മുഴുവൻ വാദികളെയും ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. നിങ്ങളാ ഞങ്ങൾക്കൊരു പ്രശ്നവും. അപ്പോ സഹോദരന്മാരെ, ഇവിടെ നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞതാണ്. അമ്പലക്കടവിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട് വിനീതനായ ഞാൻ. അമ്പലക്കടവിൽ അയാള് എഴുന്നേറ്റ് നിൽക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല. പോകട്ടെ, ഈ ഫിത്നക്ക് കൊടുപിടിച്ച സാക്ഷാൽ ബഹാവുദ്ദീൻ കൂരിയാടിന്റെ മൂക്കിന് ചുവട്ടിൽ വിനീതനായ ഞാൻ ചെന്നുകൊണ്ടോ
മട്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. അറിയങ്ങൾക്ക് എസ്കക്കാരെ, നിങ്ങൾ കിണറ്റിലെ തവളോളം 10 പിരിയത്ത് കറങ്ങല്ലേ? ഞങ്ങൾ കേരളം മൊത്തമായിട്ട് കറങ്ങിയ കൂട്ടക്കാരാ. അറിയങ്ങൾക്ക് ഈ പ്രസംഗിക്കാൻ വരുന്ന ആൾക്കാർക്കും അത് തിരിയും. പക്ഷേ ഐറ്റക്ക് ചോറ് കൊടുക്കണ സാധുക്കൾ നിങ്ങൾക്ക് അറിയില്ല. അതാ കഥ. ഞങ്ങളോ കൂരിയാട് നദിവിന്റെ മൂക്കിന് ചുവട്ടിൽ ഒന്ന് ഞാൻ പോയി, നിങ്ങളൊന്ന് മുട്ടിയോക്കി. രണ്ടാമത് വിനീതനായ ഞാൻ പോയി, പിന്നെ നിങ്ങൾ ആ വൈക്ക് കണ്ടിട്ടില്ല. അവിടെ വെച്ച് നമ്മൾ ചോദിക്കേണ്ടത് ചോദിച്ചതാ, കിട്ടേണ്ട മറുപടി കിട്ടിയിട്ടില്ല. സാക്ഷാൽ കൂരിയാട് നദിവി കളിച്ചു വളർന്ന തിരുമുറ്റത്ത് വെച്ച് തന്റെ അടുത്തോടെ ഞാൻ ചോദിക്കുന്നു, അതിന്റെ സനതയുടെ പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. പറയൂ മുസ്ലിയാരെ സനത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഷാൻ മുബാറക് പള്ളിക്ക് പണം പിരിക്കാൻ കമ്മീഷൻ കൊടുക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ പച്ചക്കള്ളം തേന മുസ്ലിയാരുടെ തറവാടിന് യോജിച്ചതാണോ? ബഹുമാന്യരായ തേന മുസ്ലിയാരുടെ ആത്മാവ് പൊറുക്കുമോ ഈ പച്ചക്കള്ളം? തലപ്പാവ് വെച്ചുകൊണ്ട് സമുദായത്തിന്റെ പേരിൽ വിലസി ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് എന്തിനാണ് മുസ്ലിയാരെ ഈ കള്ളം ആവർത്തിക്കുന്നത്? കാന്തപുരം ഉസ്താദ് അള്ളാന്റെ ദീനിന്റെ പ്രബോധനത്തിൽ 2 കലിമത്ത് കള്ളം പറഞ്ഞതായി തെളിയിക്കാൻ ഒമ്മവറ്റ വരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതേ സമയത്ത് കൂരിയാട് നദി പറഞ്ഞ കള്ളങ്ങളുടെ മാനപ്പടക്കങ്ങള് ഇൻഷാ അല്ലാഹ് തെളിയിക്കേണ്ടടുത്ത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് രണ്ടാമത്തെ മറുപടിയിൽ പോയി തെളിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ചോദിക്കേണ്ടത് ചോദിക്കാനും താക്കീത് ചെയ്യേണ്ടവരോട് താക്കീത് ചെയ്യേണ്ടത് മട്ടം പോലെ താക്കീത് ചെയ്യാനും ഞങ്ങൾ പോണ്ടോടത്തൊക്കെ പോയിട്ടുണ്ട്. ആ കൂരിയാട് വെച്ച് തന്നെ പറയേണ്ടവരോട് മുഖത്ത് നോക്കി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറയേണ്ട കാര്യം. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? കാന്തപുരം ഉസ്താദ് നിങ്ങൾക്ക് പുറം കയറാനുള്ള ഒരു ചാഞ്ഞ മരമാണെന്ന് കരുതിയ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ആ പണ്ഡിത നേതൃത്വത്തെ കൈവെക്കാമെന്നും ആ പണ്ഡിത നേതാവിന്റെ താജുലുലമയുടെ എന്റെ ഉസ്താദിന്റെ പിതാരി ഉസ്താദിന്റെ സർവോപരി ഞങ്ങളുടെ പണ്ഡിത നേതാക്കളുടെ ആത്മാഭിമാനത്തിൽ തൊട്ടുകളിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിലോ നിങ്ങളെ ഇരുത്തേണ്ടത് തീർത്തുകയെന്ന് കഴിയോ? ഞങ്ങൾ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടാലും കല്ലേറുകൾ വന്നാലും കൂക്കി വിളിച്ചാലും അപവാദങ്ങൾ പറഞ്ഞാലും ഞങ്ങളുടെ ആത്മീയ നേതാക്കളെ തൊട്ടുകളിക്കാനൊരു മാതൃകയും ഞങ്ങൾ അനുവദിക്കുകയില്ല. സഹോദരന്മാരെ, ഇനിയിപ്പോ ഞങ്ങൾ എന്താ പറയാൻ ബാക്കിയുള്ളത്? എന്താ ഇനി ഞങ്ങൾ പറയാൻ ബാക്കിയുള്ളത്? പറയൂ നിങ്ങള്. പിന്നെ വേറൊരു പണിയില്ലെങ്കിൽ ഇതന്നെ പറയാന്നുള്ളത് അതിന് ഞങ്ങളെ കിട്ടൂല. ഞങ്ങൾക്ക് വേറെ കുറെ പണിണ്ട് കൂട്ടര്. മുജാഹിദ് പെട്ടെന്ന പറയേണ്ടത് ഞങ്ങൾ തന്നെയാ മറുപടി. നിങ്ങൾക്ക് കഥ നിങ്ങളെ കാത്തുന്ന കണക്കായി സമസ്താന്നും പറഞ്ഞു വേണ്ടി ദീന് പറയാം. ഞങ്ങളെ കാത്തുന്നാല് അള്ളാന്റെ ദീന് ഇവിടെ കുളം തോണ്ടൂലേ? അപ്പോ സഹോദരന്മാരെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രബോധനത്തിന് അതിനെതിരെ വന്ന കക്ഷികളോട് കഴിഞ്ഞ കാലങ്ങളിൽ ആവേശകരമായി പടപൊരുതിയ ചരിത്രം പറയാനുള്ളൊരു സംഘടന കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് താജുലുലമയുടെയും ഖമറുലുലമയുടെയും ആദർശപ്പടയണിയാണ് എന്നത് ആർജവത്വത്തോടെ പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ പറയും ഇങ്ങനത്തെ 4 അനുഭവം. അപ്പോഴാണ് ആണുങ്ങളെ മുട്ടല്. ആണുങ്ങൾ മുട്ടുമ്പോലുള്ള മുട്ടൽ അപ്പോഴാ വരിക. ഇനി നിങ്ങൾ നോക്ക, ബഹുമാനപ്പെട്ട പത്തപ്പിരിയ ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. തബ്ലീഗ് ജമാഅത്തിന് പലപ്പോഴും നിങ്ങളുടെ പള്ളിയുടെ കിടപ്പ് തിണ്ണയിൽ നിങ്ങൾ പാത്രം വെക്കാൻ അടുപ്പ് മുട്ടിക്കൊടുക്കുമ്പോൾ ആ തബ്ലീഗ് ജമാഅത്തിനെതിരെ അറഫ് ഗണ്ണിക്കാണ് ബഹുമാനപ്പെട്ട പത്തപ്പിരിയ ഉസ്താദ്. ഓരോന്ന് വായിക്കുമ്പോഴും നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും തബ്ലീഗ് ജമാഅത്തിന്റെ ആശയം ഒറിജിനൽ ബിദ്അ ആശയം തന്നെയാണ്. ഒരു ചോദ്യം നോക്ക് നിങ്ങൾ, महफल मीलाद में जिसमें रिवायत सहीह पढ़ी जावे और लाफो गुजाफ और रिवायत मौजूआ और कादिबा न हो शरीक होना कैसा है? കെട്ടിച്ചമച്ച കഥകളോ അതേപോലെ അശ്ലീലം പറച്ചലോ പൊങ്ങച്ചം പറച്ചലോ ഒന്നുമില്ലാതെ സ്വഹീഹായ റിപ്പോർട്ടുകൾ വെച്ച് മാത്രം ഉണ്ടാക്കപ്പെട്ട മൗലിദ്, ആ മൗലിദ് ഓതുന്ന സംബന്ധിക്കൽ അതിന്റെ വിധി എന്താണ് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് തബ്ലീഗ് ജമാഅത്തിന്റെ വലിയ മുർഷിദാണ്, കുത്തുബാണ് എന്ന് രേഖപ്പെടുത്തി വെച്ച റഷീദ് അഹമ്മദ് ഗംഗോഹി കൊടുക്കുന്ന മറുപടി വായിക്കണ നിങ്ങൾക്ക് വിവരം അറിയില്ല. എന്നാൽ
നിങ്ങൾക്കിന്ന് അങ്ങനത്തെ ഒരു ഗണ്ണനത്തിന് നിങ്ങൾ ഗതിമുട്ടി പുലി പുല്ലും തിന്നുമെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നിർബന്ധിതരായാൽ തന്നെ അതിന് കൊക്കയും കൊടിയിട്ട് ഇന്നുങ്ങളെ വയസ്സായ ഉസ്താദന്മാര് നടക്കണ്ടേ? വേണ്ടേ? കാവനൂരിൽ ഒരു മുസ്ലിം ഖുർആൻ ക്ലാസ് നടത്തി. ഖുർആൻ ക്ലാസ് നടക്കുന്നിടത്തോളം കൂടുള്ളൊരു തെബിലേക്ക് അവസാനം എസ്കക്കാര് കുടുങ്ങി. മറുപടി പറയേണ്ട ഗതികേട് വന്നു. അവസാനം മറുപടിക്ക് വന്നതാരങ്ങൾ ആ സാധു ബാപ്പുസ്താദ്. ഈ വയസ്സായ ഉസ്താദുമാരാ മട്ടം പോലെ കിതാബ് ഓതിക്കൊടുത്ത് തഹ്കീഖ് പറയാൻ ഏൽപ്പിച്ചണ്ടേ? എന്നിട്ട് അദ്ദേഹം വന്നിട്ട് മറുപടി പറയാൻ. പത്തപ്പരി ഉസ്താദിന് ഒരു കയ്യിൽ കിതാബും പിന്നെ ഉസ്താദിന്റെ തൊള്ളിയാണ്. ബാപ്പുസ്താദിന് മുന്നിൽ മൈക്കിയും എരുത്ത് ഉറുദു വായിക്കാൻ കൂട്ടി. നിങ്ങൾ എവിടെ ചെയ്യണം? ഫത്താവ റഷീദിയില് ഈ പറഞ്ഞ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് ഉസ്താദ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുകയില്ല. ഇത് ഖുർആനും ഹദീസും സ്ഥിരപ്പെടുത്തിയതാണ്. നബിക്ക് ഗൈബിന്റെ അറിവ് ഉണ്ടെന്ന് വിശ്വസിക്കൽ കുഫ്റാണ്. റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയുമെന്ന് വിശ്വസിച്ചാൽ കുഫ്റാണ്. ഫത്താവ റഷീദിയില് അത് വ്യക്തമായ കുഫ്റാണ്. കുഫ്ർ എന്നല്ല പറഞ്ഞിട്ടുള്ള അതിൽ വ്യക്തമായ കുഫ്ർ. ഹസ്രത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം കോ ഇൽമേ വായിച്ചോ? വായിച്ചോ? വായിച്ച ആൾ അർത്ഥം വെക്കല്ല, അർത്ഥം വെക്കുന്ന ആള് വായിച്ചല്ല. എന്നാ ഇവിടെ കണ്ടെങ്കിലൊക്കെ മണിയായിട്ട് കുനുകുനേനെ അല്ലേ? ആദർശ പ്രബോധനത്തിന് ആയുധം കയ്യിൽ വേണം. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട ബാപ്പുസ്ഥാനെ പോലത്തെ അല്ല ഞാൻ വിഷയത്തിന് വേണ്ടത്. ഓലിങ്ങനെ കണ്ട് സന്തോഷിക്കണം, ശിഷ്യന്മാരാ പണിയെടുക്കുന്നത് കണ്ടിട്ട്. അപ്പോഴേ ഈ പ്രബോധനം സാർത്ഥകമാകുന്നുള്ളൂ. അപ്പൊ സഹോദരന്മാരെ, പ്രബോധനത്തിന്റെ വർത്താനം പറയാം, ആദർശ പ്രബോധനം. പക്ഷേ നിങ്ങൾ ഈ 10-25 കൊല്ലക്കാലം എന്തിനാ ചെലവഴിച്ചത്? AP ഉസ്താദും താജുൽ ഉലമയും എന്ത് ചെയ്യണോ അതിന്റെ നേരെ അപ്പുറം ചെയ്യാം. എങ്ങനെ ചെയ്യാ? പ്രവർത്തിക്കല്ല. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു തോന്നിവാസം പറയാം. ഇപ്പൊ നോക്കി നിങ്ങൾ, ലോകത്തെല്ലോടത്തും റബീഉൽ അവ്വൽ വരുമ്പോ ലോക മുസ്ലിങ്ങള് മൗലിദ് ആഘോഷിക്കുക. ആ മൗലിദ് ആഘോഷത്തിൽ ഇന്ത്യ രാജ്യത്തിന് ഇന്ന് പലപ്പോഴും വിദേശ രാജ്യങ്ങളിലെ അന്താരാഷ്ട്ര മൗലിദ് പരിപാടിയിൽ പങ്കെടുത്ത അനുഭവജ്ഞാനമുള്ള ഖമറുൽ ഉലമ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് പുത്തൻ ഉണർവുകൾ സമ്പാദിച്ചുകൊണ്ട് ആഗോളതലത്തിലെ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് കൂട്ടി അന്താരാഷ്ട്ര മൗലൂദ് പരിപാടികൾ ഉണ്ടാക്കി. അതിനെ പരിഹസിക്കേണ്ടത് ആരാ? കേരളത്തില് വഹാബികളല്ലേ, മൗദൂദികളല്ലേ. പക്ഷേ നോക്കിങ്ങള്, അതിനെ പരിഹസിക്കുന്നത് SKSSFന്റെ ഒരു ലോക്കൽ മെമ്പർ ആണെങ്കിലും നമുക്ക് വിടാം. ഞാൻ അതിന്റെ മേലക്കില്ല. അങ്ങനത്തെ ഒരു ഉസ്താദ് വന്നിട്ട് അതിനെ കളിയൊക്കെയാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ആയുസ് പോയത്. ഇങ്ങനെ ആയപ്പോ നമ്മളുടെ നാട്ടിൽ അപ്പൊ നിങ്ങളെ ബിസിനാക്കാൻ വേണ്ടി ഞാൻ ഒണിയും പറഞ്ഞ് കുറെ പണച്ചാക്കും നുണച്ചാക്കും ഒക്കെ വഴിയിലുണ്ട്. അത് ശരിക്കും ഉപയോഗപ്പെടുത്തും. പിന്നെ പണച്ചാക്ക് നുണച്ചാക്ക് ഇതൊന്നും ഞാൻ അതിനെപ്പറ്റി പറയണില്ല. പിന്നെ അന്താരാഷ്ട്ര മൗലൂദ് ഇത് നിങ്ങൾ പേടിച്ചാൽ മതി. പേടിക്കുങ്ങൾ അണികള് കൂടൊഴി ആയി നിങ്ങൾ കൊടുക്കണ മരുന്നാണ് ഈ തോന്നിയാസം. അന്താരാഷ്ട്ര മൗലൂദ് ഇനി അദ്ദാവുണ്ടാവും. അതിനെന്താ ഉസ്താദ് നിങ്ങൾക്ക് കുഴപ്പം? ഉണ്ടായിക്കോട്ടെ. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എല്ലാവരും അദ്ദാദ് ചെല്ലട്ടെ. അതിനാ ഞങ്ങളെ 40 കോടിന്റെ പള്ളി. ലോകത്തെല്ലാരും കൂട്ടി അദ്ദാദ് ചെല്ലണം, ലോകത്തെല്ലാരും കൂട്ടി മൗലൂദ് ചെല്ലണം. മനസ്സിലായില്ലേ? നിങ്ങൾ അതിനിങ്ങനെ പറഞ്ഞെടുക്കും പിച്ചും പേയും. അത് പറയാൻ അന്താരാഷ്ട്ര സ്വലാത്തുണ്ടാവും, പല അതുണ്ടാവും. ഇവിടെ ചെല്ലട്ട് ഉസ്താദ്, എല്ലാരും സ്വലാത്തല്ലേ, ചെല്ലട്ട് എല്ലാരും അദ്ദാദ് അദ്ദാദല്ലേ. അതിന് മുജാഹിദിനല്ലേ പൊറുതിയോട് വേണ്ടി. ഇതാണ് വിഷയം. ഇനി ഇവിടുന്ന് കഴിഞ്ഞോ നിങ്ങൾ നോക്ക്, വല്യോടുത്താപ്പി അസുഖം. പിന്നെ ഇളന്തൽക്കത്തെ കഥ പറയാം. വല്യോരു ഉസ്താദിന്റെ കാര്യപ്പെട്ട വയലു കൂടെ വരുന്ന മർമ്മപ്രധാനമായ വാക്കുകൾ നോക്കി. അപ്പൊ ഞങ്ങളെ പറ്റി വലിയൊരു യോഗത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുണ്യനബിന്റെ മുടി കത്തിക്കാൻ പറഞ്ഞാൽ ആ നാൾ വരിഞ്ഞു പോകും. ആ പുണ്യനബിന്റെ മുടി അല്ലാത്ത മുടിയാണ്, ആ അങ്ങനത്തെ ഒരു മുടിയെ പറ്റി പുണ്യനബിന്റെ മുടിയാണ് എന്ന് പറഞ്ഞ് നുണ പറഞ്ഞാൽ അത് കണ്ണും മൂക്കും കാലും സാമാനും ഒക്കെ കരിഞ്ഞു പോകും. അത് കണ്ണും മൂക്കും കാലും സാമാനും ഒക്കെ കരിഞ്ഞു പോകും. പലചരക്ക് പിടിന്ന് വാങ്ങണ അല്ല ഈ തൊട്ട ഉള്ളു മുറിയണതാ.
ഈ തൊട്ട ഓലമുറിയുന്ന സംഗതിന്റെ പേരൊക്കെ പറയാൻ 3000ന്റെ ആമ്പിളിമാണോ ഉസ്താദുമാരെ? ഞങ്ങളെ ഉസ്താദുമാര് ബഹുമാനം പഠിപ്പിച്ചതുകൊണ്ട് അത്രയേ പറയുന്നുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ക്ലിപ്പ് നിങ്ങളതുകൊണ്ട് കിട്ടാൻ ഇജാതിയാന്ന് മാത്രം. ഞങ്ങളെ ക്ലിപ്പ് വേറെ, നിങ്ങളെ ക്ലിപ്പ് ഇജാതി. എന്നിട്ട് ബഹുമാനപ്പെട്ട പത്തപ്പരി ഉസ്താദിനെ കുതിരയാക്കാൻ പെട്ട ഒരു ക്ലിപ്പിട്ട് പത്തപ്പരി ഉസ്താദിന്റെ സംസ്കാരം പഠിപ്പിക്കാൻ എങ്ങനെ കൊണ്ടെന്നാലും ഇതിന് സക്കാത്ത് കൊടുക്കാല്ല. ഈ സംസ്കാരത്തിന് സക്കാത്ത് കൊടുക്കാൻ 2.5 അതൊന്നും. എന്താന്നിട്ട് വിഷയോ 60ാം വാർഷികത്തിൽ വെച്ച് ശംസുൽ ഉലമ നടത്തിയ ഒരു പ്രസ്താവന, വഹാബികളുമായി ഐക്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശംസുൽ ഉലമ പറഞ്ഞ പദം അങ്ങനെ തന്നെ കടമെടുത്തു വായിച്ച പത്തപ്പിരി ഉസ്താദിനെ ശംസുൽ ഉലമ പറഞ്ഞ ആ പദം പത്തപ്പിരിയത്തിന്റെ പദാന്ന് വരുത്തി തീർത്ത് പത്തപ്പിരിയത്തിന്റെ സംസ്കാരം ആൾക്കാണ്. ആരേ? എസ്കക്കാർ. ആ എസ്കന്റെ വേദിയിൽ ആരാളുള്ളത്? ഊതിപ്പുകച്ച് ചൂടും പുകയിട്ട് വരുന്ന ഒരു ചങ്ങാതി. അയാളെ സംസ്കാരോ ഒരു ചെറിയ ഡോസ് മുഴുവൻ കേൾപ്പിക്കണില്ല, ഒറ്റ കലിമത്ത്. നീ ഇന്ത്യയിൽ കാല് കുത്തുന്ന ദിവസം എന്നെ കറിയും നല്ല വിഷയം. മൗലവി ഇത് ഇന്ത്യ എന്ന് നിർത്തിക്കള. സിനിമാ സ്റ്റണ്ട് അല്ലത്, ഇത് സിനിമാ സ്റ്റണ്ട് അല്ല. ആ പുകയും വലിച്ചു വന്ന ചങ്ങായില്ലേ, ഓന്റെ തൊള്ളി കൂടെ വന്നതാണ്. എന്താ മൂപ്പര് പറയുന്ന അറിയോ? പല്ലു തട്ടുന്നു. മൂപ്പര മുമ്പിൽ 2 അല്ല. അതെങ്ങനെ തട്ടിയതാന്ന് ഇപ്പൊ ഞാൻ പറയണില്ല, കാരണം അതൊന്നും മൈക്കിൽ കൂടെ പറയാൻ പറ്റൂല. അപ്പൊ ഇരിക്കട്ടെ, എസ്കക്കാരാ, ഗീറ് മാറ്റാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് നിങ്ങള്. ഞങ്ങൾ ഈ ഗീറിൽ ഇങ്ങനെ പോവുകയാണ്, ഒരു ആവറേജ്. അയിമ നിൽക്കാൻ ഞങ്ങൾ അനുവദിക്കണം, മനസ്സിലായില്ലേ? അപ്പോ ഈ ഒരു സംസ്കാരത്തിലൂടെയുള്ള ക്ലിപ്പുകളും സംസാരങ്ങളും നിങ്ങളെ നേതാക്കന്ന് കിട്ടുമ്പോ ഞങ്ങൾ പാടുന്നത് മൊഹീദ്ദിമാലയാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. കോഴിയുടെ മുള്ളോട് കൂവന്നു ചൊന്നാര് കൂസാതെ കൂക്കി പറപ്പിച്ചു വിട്ടോവർ. 40 വട്ടം ജനാപത്തുണ്ടായാര് 40 വട്ടം ഒരുര കുളിച്ചോവർ. എന്നാൽ ഇത് SSF മൗലൂദ, ഇത് SYS മൗലൂദ. കാരണം ഞങ്ങൾക്ക് കിട്ടിയ സംസ്കാരം അന്താരാഷ്ട്ര മൗലൂദിൻ്റെതാ, അന്താരാഷ്ട്ര മാലൻ്റെതാ, അന്താരാഷ്ട്ര അദ്ദാദിൻ്റെതാ, അന്താരാഷ്ട്ര മൗലൂദിൻ്റെതാ. ഇനി അന്താരാഷ്ട്ര തെറിന്ന് കിട്ടിയ മാല കേട്ടോളൂ നിങ്ങൾ. ഓൽക്കും കിട്ടണല്ലോ മാല, അന്താരാഷ്ട്ര മാല. ഞങ്ങളെ സഖാഫിമാരുടെ ശൈഖ് ഞാനെന്നവർ വെടിവെച്ചാൽ കൊള്ളാത്ത എന്റെ സയ്യാറിന് 90 ലക്ഷം വിലയുണ്ടാകുന്നവർ. പത്തിപ്പിരിയനെ പട്ടി കടിച്ചപ്പോൾ ഭയമേതും കൂടാതെ പട്ടിയെ കൊന്നവർ. മാല അത് മതി, ഇനിയുണ്ട് കുറെ മാല. ഇത് അന്താരാഷ്ട്ര തോന്നിയാസങ്ങൾ നടത്തിയപ്പോ കിട്ടിയതാണ്. ഞങ്ങൾ അന്താരാഷ്ട്ര മൗലൂദ് നടത്തി, അന്താരാഷ്ട്ര അദ്ദാദ് നടത്തി, ഞങ്ങൾക്ക് അന്താരാഷ്ട്ര നന്മ കിട്ടി. ഇങ്ങൾക്ക് അന്താരാഷ്ട്ര തോന്നിയാസം നടത്തിയപ്പോ കിട്ടിയ മാലയാണത്. വഹാബികളല്ല. പണ്ട് മൊഹീദ്ദിമാലിനെ എങ്ങനെ കുതിരയാക്കിയത് വഹാബികളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇതൊക്കെ ഞങ്ങൾ ആരോടാ പറയുന്നത്? പഠിച്ചോനെ, സമൂഹത്തോട് ഞങ്ങൾക്കൊരു കടപ്പാടില്ലേ? മനുഷ്യരോട് ഞങ്ങൾക്കൊരു ബാധ്യതല്ലേ? അതുകൊണ്ടാണ് എസ്കക്കാരാ നിങ്ങൾ തല പൊന്തിച്ച് നടക്കുന്നത്. അല്ലെങ്കിൽ മരുന്ന് ഞങ്ങളൊക്കെ വേറെ ലൈറ്റല്ല. ക്ഷമിക്കണം പൊതുസമൂഹം ഞങ്ങളോട്. ഞങ്ങൾക്ക് താല്പര്യമല്ല, ഈ വിഷയത്തിൽ താല്പര്യമില്ല. ഞാൻ ഇന്ന് പത്രത്തിൽ ഇവിടെയുള്ള SNDPയുടെ സുഹൃത്തുക്കളുടെ ഒരു പ്രസ്താവന വായിച്ചു. ഞങ്ങൾ ആ പ്രസ്താവനയെ 100% പിന്തുണക്കുകയാണ്. അസഹിഷ്ണുതയുടെയും അപമര്യാദയുടെയും വാചകക്കസർത്തുകൊണ്ട് പത്തപ്പിരിയത്തെ ജനവിഭാഗത്തിന്റെ സായാഹ്നങ്ങളെ കലുഷിതമാക്കുന്നവർ ആരായാലും ആ കറുത്ത ശക്തികളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ ഈ രാജ്യത്തെ മുഴുവൻ സമൂഹത്തെയും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മാന്യമായി പറയണം. പിന്നെ ഇവിടെയുള്ള ഹൈന്ദവ സുഹൃത്തുക്കളോട് വിനയത്തോടെ ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ കേൾക്കുന്ന പല പ്രകോപനപരമായ പ്രസംഗങ്ങളുമില്ലേ, അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ആ പ്രസംഗവുമായി വരുന്ന ആളുകൾ ഞങ്ങളോടും അങ്ങനെ തന്നെയാണ്. അതങ്ങനെ ഒരു തലതിരിഞ്ഞ ടീമാണ്. ആ വഹാബി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളോട് മാത്രമല്ല, അവരുടെ പ്രസിദ്ധീകരണത്തിൽ അവർ എഴുതി വെച്ചത് മമ്പുറത്തേക്ക്, ഞങ്ങളുടെ മഹാന്മാരുടെ മഖാമുകളിലേക്ക് സിയാറത്തിന് പോകുന്ന
മുസ്ലിങ്ങളെ കൊല്ലൽ നിർബന്ധമാണ്. അങ്ങനെ എഴുതി വെച്ച അവർക്ക് അമ്പലത്തിൽ പോകുന്ന ഹൈന്ദവരെ കൊല്ലൽ നിർബന്ധമാണെന്ന് പറയാൻ ഒരു മടിയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അവരുടെ അളവുകോൽ വെച്ചുകൊണ്ട് ഇസ്ലാമിനെയോ മുസ്ലിങ്ങളെയോ നിങ്ങൾ അളക്കരുതെന്ന് വിനയത്തോടെ സാന്ദർഭികമായി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഇത്തരം സംഗതികളിലൊന്നും ഭാഗവാക്കാകാതെ, ആദർശം പറയാൻ വരാതെ, സുന്നത്യമായിട്ട് പറയാൻ വരാതെ, അരിയും തിന്ന് ആശാരിച്ചിയെയും കടിച്ച് ഡാഷ് വീണ്ടും മുന്നോട്ട് എന്ന് പറഞ്ഞ പോലെ സുന്നികൾക്ക് വേണ്ടി വഹാബികളോട് വാദപ്രതിവാദം നടത്തിയ ഒരു അനുഭവം പറയാനില്ല. ഞാൻ ചോദിക്കട്ടെ, സമസ്ത രണ്ടായിട്ട് കാലത്തിരിയായി എസ്കക്കാരാ ഇന്ന് വരെ ഒരു വഹാബി മൗലവിയുടെ മുമ്പിൽ കടന്നു ചെന്ന് ഇസ്ലാമിക പ്രമാണം ഉദ്ഘോഷിക്കുന്ന തൗഹീദ് ഇതാണെന്ന് പറയാൻ ഒരു മൗലവിയുടെ മുമ്പിൽ കടന്നു ചെല്ലാൻ വിധി കിട്ടിയ ഒരു മുസ്ലിയാരെ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പേര് പറ. ഇതൊന്നും ചെയ്യാതെ വീണ്ടും നോക്കി നിങ്ങൾ നമ്മളെ കുതിര കയറുകയാണ്. തോട്ടമുക്ക ഇസ്മായിൽ മൗലവി പറയാണ്, എസ്കക്കാരോട് പറയാണ്, എന്താ പറയുന്നറിയോ? SKSSFകാരെ നമ്മളുള്ളൂട്ടോ അതൊക്കെ പറയാൻ. SSFകാർക്കും SYSകാർക്കും ഒന്നും അത് പറയാൻ കഴിയില്ല. കാരണം ഓലിങ്ങനെ കാട്ടുമ്പോത്തിന് പേടിക്കുക. മൗലവിന്റെ ആദർശ വിശദീകരണ സമ്മേളനം വെച്ച് നമ്മൾ മാത്രമാണ് ആദർശം പറയാനുള്ളതെന്ന് ഒരു വിദ്വാൻ തട്ടിവിടുന്നത് കേൾക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതൊക്കെ പറയാൻ നമ്മളെ ഉള്ളൂ. മറ്റൊരാരെങ്കിലും ചെന്നാണ്ട് പറയാണ് എന്ത്, ഇപ്പൊ ജിന്നിന്റെ പ്രശ്നമൊക്കെ വന്നപ്പോ നമ്മളെ കാര്യമായ കേരളത്തിലെ സുന്നി പ്രഭാഷകന്മാരാരും ഇപ്പൊ രംഗത്തില്ല. എന്താ ജിദ്ദിൽ നിന്ന് തുടങ്ങി നോക്കിയാലാണ് എന്തേലും പറയോ? കാരണം ഇവര് വന്നിക്കാണ്ട് പറയാണ് ജിന്നിന്റെ വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു വരുമ്പോ മറ്റാൾക്കാർ ചോദിച്ചൂലേ, ഇങ്ങനെ കാട്ടിയാൽ മതി. 4 മദ്ഹബ് എന്നല്ല ഇതിന്റെ അർത്ഥം. പിന്നെ 40 കോടിന്ന് വെറുതെ സാധിക്കുന്ന ഒരാൾ മെല്ലെ കൈന്ന് പൊന്തിച്ച പ്രസംഗം കുടുങ്ങാണ്. എന്താ പറയാന്ന്? ചിലപ്പോ വെറുതെ പൊന്തിച്ചതായിരിക്കും. ഇങ്ങനെ പൊതുരംഗത്ത് ഏടാകൂടത്തിൽപ്പെട്ട ആളുകൾക്ക് ഇതൊന്നും വിശദീകരിക്കാൻ കഴിയൂല. എന്നാ നിങ്ങൾ വിശദീകരിച്ചത് പറ. ഏടാകൂടത്ത് പെടാത്ത കൂട്ടരല്ലേ നിങ്ങള്? പറയൂ എസ്കക്കാരാ, നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മൗലവിയുടെ മുമ്പിൽ അരമണിക്കൂർ ഇരുന്നൊരു സംവാദം നടത്തിയ ചരിത്രം പറ. സമസ്ത രണ്ടായതിന്റെ ശേഷം പറയൂ. ഞാൻ തൗഹീദ് അജഞ്ചലം എന്ന പേരിൽ കഴിഞ്ഞ 2 മാസങ്ങളിൽ ആയിരക്കണക്കായ സമ്മേളനം നടത്തിയ പ്രസ്ഥാനാണ് SSF. നമുക്കറിയില്ലേ, എടവണ്ണയിൽ കൊളത്തൂർ ഉസ്താദിന്റെയും പേരോട് ഉസ്താദിന്റെയും മാളിയക്കൽ ഉസ്താദിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ആവേശകരമായ സുന്നി സമ്മേളനം, വാഴക്കാട് നടന്ന സമ്മേളനം, അതുപോലെ പുളിക്കലിൽ നടന്ന സമ്മേളനം. അങ്ങനെ വിനീതരായ ഞങ്ങളെപ്പോലെയുള്ള ഇതിന്റെ ചെറിയ ഖാദിമകൾ നടത്തിയ 100 കണക്കായ പരിപാടികൾ. SSLC പരീക്ഷന്റെ പെർമിറ്റ് പ്രശ്നം വന്ന ഏതാനും ദിവസങ്ങൾ ഒഴിച്ചാൽ ബാക്കി ദിവസമൊക്കെ ഞങ്ങൾക്ക് പണി വഹാബികളെ കൈകാര്യം ചെയ്യാം. നിങ്ങൾക്കോ ഒരു 3 മാസങ്ങളെ അഡ്രസ് ഉണ്ടായിനോ കേരളത്തിൽ? ആ അഡ്രസ് ഇല്ലാതെ ഇപ്പൊ വീണ്ടും നിങ്ങൾ ഈ തിരുകേശം കുത്തിപ്പൊക്കിയൊക്കെയല്ലേ? ഞങ്ങള് സോക്കട അറിഞ്ഞ് ചികിത്സിക്കുന്ന ആൾക്കാരാ, മനസ്സിലായില്ലേ? നിങ്ങൾ വലിച്ചിടത്തേക്ക് ഞങ്ങൾ വരണമെങ്കിൽ അതിന് ഞങ്ങളെ വലുപ്പത്തിൽ വേറെ ആളെ നോക്കണം, മനസ്സിലായോ? എസ്കക്കാരാ, ഞങ്ങൾക്ക് സമൂഹത്തിന്റെ ദിശ അറിയാം, ഞങ്ങൾക്ക് സമൂഹത്തിന്റെ പൾസറിയാം. ഞങ്ങളെ പ്രബോധനത്തിന്റെ അജണ്ട ഏതിലൂടെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാൻ ഒരു എസ്ക ഞാഞ്ഞൂലുകളെയും ഞങ്ങൾ അനുവദിക്കുകയില്ല. അത് ഞങ്ങൾക്കറിയാം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. ഈ ഒരു അവസ്ഥയിൽ സഹോദരന്മാരെ, എന്നാൽ ഇനി പറയട്ടെ, നമ്മളെ കൊണ്ട് ഇതിന് കഴിയൂല എന്നല്ലേ പറഞ്ഞത്? എന്നാ വഹാബി മൗലവി പറയട്ടെ, ഓല മുന്നിക്ക് ഇത് പറയാൻ ആരാ ചെല്ലലൂ? ഇവിടെ ആലുവാസംവാദമൊക്കെ പരാമർശിച്ചു അത്രേ. സ്വന്തമായി ഒരു സംവാദം നടത്താൻ ഗതിയില്ലാത്തവർ മറ്റുള്ളവരുടെ സംവാദത്തിന്റെ അവകാശം ഏറ്റെടുത്ത് നടക്കുന്നത്, ആ വിഴുപ്പും പേര് നടക്കുന്നത് എന്ത് അഭിമാന ബോധത്തോടു കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ സുന്നികളിൽ 2 ഗ്രൂപ്പുണ്ട്, മുജാഹിദികളിൽ 2 വിഭാഗം. സുന്നികളിൽ AP വിഭാഗം സംഗതി അവര് എത്ര തെറ്റായ ആദർശമാണ് വിശ്വസിക്കുന്നതെങ്കിലും അത് പറയാൻ തയ്യാറാണ്. ആ തെറ്റായ ആദർശം ജനങ്ങളോട് പറയാൻ
പ്രബോധന രംഗത്ത് സജീവമായി അവരുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ശരിയായ ആദർശം ഈ സമൂഹത്തിൽ പഠിപ്പിക്കാൻ മുജാഹിദുകളുമുണ്ട്. ഈ മാർഗത്തിൽ നിന്ന് ഔട്ടായിപ്പോയ 2 കൂട്ടരുണ്ട്, സൈഡായിപ്പോയി. വലിയ വട്ടിയൊക്കെ വരുമ്പോണ്ടല്ലോ, ചിലപ്പോൾ ഓട്ടോറിക്ഷക്കാരും സ്കൂട്ടറുകാരൊക്കെ റോഡിന്റെ പോലെ നിന്ന് സൈഡിലേക്ക് ഇളകി പോകുന്ന ഒരു രീതി കാണില്ലേ? അതുപോലെ ഈ പ്രവാഹത്തിനിടയിൽ 2 കൂട്ടർ സൈഡായിപ്പോയി. ഒന്ന് EK ഗ്രൂപ്പും മറ്റൊന്ന് മടവൂര് ഗ്രൂപ്പും. അപ്പോ എന്തെങ്കിലും വണ്ടിയൊക്കെ അപകടത്തിലായ പിന്നെ ഇത് റോഡ് കയറ്റാനുള്ള പണി എന്താ? റോഡ് സൈഡിലുള്ള പുല്ലും ചപ്പൊക്കെ വാരിയിട്ട് റോഡിലിട്ടിട്ട് ആ സ്പീഡ് കുറക്കാനുള്ള സിഗ്നൽ കൊടുത്തിട്ട് ഒരു കയറ്റാൻ ശ്രമിക്കുന്നു. അതുപോലെ കിട്ടിയതാണ് ജിന്ന് തിരുകേശം. അതുപോലെ കിട്ടിയതാണ് ജിന്നും തിരുകേശം. 3 മാസം സൈഡിലാണ്. അരിച്ചാലേക്ക് വീണ ഈ ഓട്ടോ നിങ്ങട്ട് കയറ്റണ്ടേ? അതിനിട്ടെടുക്കുകയാണ് ഇപ്പൊ ഈ തിരുകേശവും. ഓൽക്ക് പുല്ലിന്റെ വിലയല്ലേ തിരുകേശത്തിനുള്ളൂ. ഓൽക്ക് അതൊക്കെ നടക്കും. വണ്ടി കയറ്റാനും കന്നാക്ക് തിന്നാൻ കൊടുക്കാനൊക്കെ പറ്റും. പക്ഷേ സഹോദരന്മാരെ, അബൂലഹബും ചെയ്തിക്കണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ഒരു സുഹൃതം എന്ന മാതിരി കൂട്ടിയാൽ മതി. ഒന്ന് റോഡിലേക്ക് കയറണം. അപ്പൊ ഈ ജിന്നെന്ന പുല്ല് വലിച്ചിട്ട് കയറാൻ പറ്റുമെന്നാണ് 2 കൂട്ടരും സംയുക്തമായി ആലോചിച്ചത്. നടന്നില്ല. എവിടെയും കയറി പറ്റാൻ കഴിഞ്ഞില്ല. ഇപ്പോ അങ്ങനെ ഉണ്ടല്ലോ, സംവാദം നടത്തിയത് ഒന്ന് നമ്മളാണ്, മുജാഹിദുകളാണ്. മറ്റൊന്ന് AP ഭാഗം സിന്നികളാണ്. നമ്മളെക്കാൾ അധികം ഇതിനെപ്പറ്റി വർത്തമാനം പറഞ്ഞ് നടക്കുന്നത് ഈക്കക്കാരും മടവൂരികളുമാണ്. മുജാഹിദീങ്ങൾ APSന്റെ ആളുമായിട്ട് എത്ര വാദപ്രയോഗം നടന്നു, പക്ഷെ ഒറ്റൊന്നിന് ബലം കിട്ടുന്നുണ്ടോ? എത്ര സംവാദങ്ങൾ, ഒരുപാട് സംവാദങ്ങൾ നടന്നപ്പോ ഒന്നിന് പോലും ഈ കാസിമീൻ കൂട്ടറിൽ അതിനൊന്നും പോലെ കൊണ്ട് കഴിയൂല. ഇതിങ്ങനെ ആളില്ലാത്ത പോസ്റ്റേക്ക് ഓളടിക്കുക, അവരാനെ കൗമിനെ കൊണ്ടുവന്ന് തക്ബീർ ചെല്ലാൻ ഭാഗമാക്കി നിർത്തി അവിടെ ഇങ്ങനെ വല്ല ആളെ ഷെയ്ഖുനായി സോഫി ചാടിയിരുന്നിട്ട് ലൗഹുൽ മഹ്ഫൂസ് നോക്കി ഇങ്ങനെ വയല് പറയാ. ഇവര് പറയണതൊക്കെ ശരിയാ, നിങ്ങൾ കൂട്ടണ്ട. ലൗഹുൽ മഹ്ഫൂസിക്കൊന്നും അയാൾ പറയാം. അയാൾ പൂച്ച പാലുടിച്ചിന മാതിരി കണ്ണും ചിമ്പി പറയല. പക്ഷേ പ്രസംഗം കേൾക്കണ ചിലർക്ക് ചിലയിടത്തൊക്കെ നോക്കേണ്ടി വരാറുണ്ട്. അതൊന്ന് കണ്ടോളി. ലൗഹുൽ മഹ്ഫൂസിക്കൊന്നും മൂപ്പര് നോക്കലില്ല. മൂപ്പര് പൂച്ച പാലുടിക്കണ മാതിരി കണ്ണും ചിമ്പി പറയല. പക്ഷേ മുന്നിലിരിക്കണ ചിലർക്ക് ചിലയിടത്തൊക്കെ നോക്കാൻ ഗതിയോടുകൊണ്ട് വരലുണ്ട്. അത് എവിടുക്കാന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടോളി. അന്ത്യനാളിൽ മഹ്ശറിൽ വരുമ്പോൾ എല്ലാ ആളുകൾക്കും വഞ്ചകന്മാർക്കും അന്ത്യനാളിൽ വരുമ്പോൾ അവന്റെ ബാക്ക് സീറ്റിന്റെ ഭാഗത്ത്, കൃത്യമായി പറഞ്ഞാൽ ഈ ഭാഗത്ത്, മഹ്ശറിൽ വരുമ്പോൾ എല്ലാ ചതിയന്മാർക്കും അവരുടെ ഇവിടെ ഒരു കൊടി നാട്ടും. അവന്റെ ചതിയുടെ അളവനുസരിച്ച്. ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇവിടെ ഈ വാൽക്കുട്ടിയുടെ ഭാഗത്തു നിന്ന് വീഡിയോ പിടിച്ചുന്ന ആള് കുടുങ്ങുക, മുന്നിൽ കുത്തിരിക്കുന്ന ആളും കുടുങ്ങുക. വീഡിയോക്കാരൻ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഇപ്പൊ പിടിക്കാൻ വേണ്ടി പിടിക്കാതെക്കാൻ വേണ്ടി. കാരണം വീഡിയോക്കാരന് ഇപ്പൊ ഇതിന്റെ മറുമറി മൂപ്പർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, ഇതാണോ ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അത് വിചാരിച്ചുമ്പോ അത് പിടിക്കണം എന്നും തോന്നുന്നുണ്ട്. പക്ഷേ അത് സാധനം അവിടെ ആയി പോയല്ലോ, സ്പോട്ട് മാറിയല്ലോ എന്ന് കരുതുമ്പോ പിടിക്കാനും തോന്നുന്നില്ല. ആ വെറിയാണ് ക്യാമറ ഇങ്ങനെ വറക്കണത്. അപ്പൊ നോക്കി നിങ്ങള്, ഭയങ്കര ക്ലാസ്സാണ്. എന്നാണ് പറഞ്ഞത്. ചതിയുടെ ചിഹ്നം, ഒരു ചതിയുടെ കൊടി. അവർ അവന്റെ ചതിയുടെ അളവനുസരിച്ച് അവന്റെ വാൽക്കുത്തിയുടെ ഭാഗത്ത്, മൃഗങ്ങൾക്ക് വാലുണ്ടാകുന്ന ഭാഗത്ത് കൊടി നാട്ടപ്പെടുമെന്ന് പുണ്യനബി. അതിലേറ്റവും കൊടിയുണ്ടാവുക, ഏറ്റവും വലിയ കൊടി രാഷ്ട്രീയക്കാരുടെ കൊടിയായിരിക്കും. എന്ന് മുസ്തഫ നബി. ആ കൂട്ടത്തിൽ മഹ്ശറിൽ വരുമ്പോൾ ഏറ്റവും വലിയ കൊടി ഭരണാധികാരികളുടെയും ജനനേതാക്കളുടെയും കൊടിയായിരിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിമും തന്റെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തി. അപ്പോ ലൗഹുൽ മഹ്ഫൂസ് അയാൾ നോക്കലില്ല. അയാൾ ഇങ്ങനെ പൂച്ച പാലുടിച്ചിന മാതിരി കണ്ണും ചുമ്പിയ പറയലേ. പക്ഷെ മുമ്പിലിരിക്കണോല് ചില സ്ഥലത്തേക്കൊക്കെ നോക്കേണ്ടി വരലുണ്ട്. കാരണം അതിങ്ങോട്ട് തിരിച്ചു കൊടുക്കാണ്.
ഇയാളിത് ഒളു മുറിയണ കോലത്തിലെങ്ങാനും ചൂണ്ടിക്കാട്ടിക്കൊടുത്താൽ അതും വേണം മുന്നിലിരിക്കണോല് സഹിക്കുക. അപ്പൊ സഹോദരൻ എസ്കക്കാരല്ലേ സ്റ്റേജും എന്തും ചെയ്യാലോ. എസ്കക്കാരെ സ്റ്റേജും കയറിയ എന്തും ചെയ്യും, അവനാന്റെ തരിപ്പിന്റെ ഡോസിനനുസരിച്ചൊക്കെ ചെയ്യും. അപ്പോ ഇസ്മായിൽ വലിച്ച സിസ്റ്ററ അതോ നാട്ടുകാരുട്ടികൾ പറയുന്ന കഞ്ചാവൂലേര് എനിക്കറിയില്ല കേട്ടോ. അത് നാടന്മാരെ വർത്താന, നമ്മളാ ജാതി ഒന്നും പറയണ്ട. എസ്വരും പറയരുത്. ഇവിടുത്തെ ഏതോ കണാരനോ കുമാരനോ പറഞ്ഞാണ് എന്താ കഞ്ചാവൂലിയരാണ് അയാളെ. കാരണം പൊതുസമൂഹത്തിന് മുമ്പ് കൂതിങ്ങനെ വരല്ലേ. പിന്നെ പ്രസംഗിക്കണതോ ആ ജാതി റേഞ്ചിലാണ്. പിന്നെ നാട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇരിക്കട്ടെ സഹോദരന്മാരെ. അപ്പോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ അതിന്റെ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് SSF നടത്തുന്ന പരിപാടിയിൽ വഹാബികൾ വണ്ടി എടുത്ത് വരൂല. ഇങ്ങളെ കസാല ഫുള്ളാക്കാൻ ഓല് വരുന്നുണ്ട്. എന്താ കാരണം എന്താ, നിങ്ങള് മുജാഹിദ് ബാലുശ്ശേരി എന്നെ പറയുന്നുണ്ട് AP സുന്നികളാണ് വഹാബികളെ ശത്രുക്കള്. കേരളത്തിൽ ഇസ്ലാമിന്റെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ശത്രു AP സുന്നികളാണ്. ഇത് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും. ഇനിയൊരു ചേകന്നൂരിന്റെ അനുഭവം എങ്കിൽ ഉണ്ടായാലും നിങ്ങൾ മനസ്സിലായിക്കൊള്ളി. ഈ സംഗതി ലോകത്തോട് തുറന്നങ്ങോട്ട് പറയും. മാത്രല്ല ഇയാൾ പറയുന്നുണ്ട് നൗഷാദ് കണ്ട കിട്ടുന്ന വണ്ടി കോടിക്കോളി പഠിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കളെ, സമസ്തക്കാരെ, നൗഷാദ് ഹുസൈനിയെ പോലെയുള്ള ആളുകളെ കാണുമ്പോ ഓടി അകലണം. ആ മനുഷ്യന്റെ വാക്കുകൾക്കൊന്നും നിങ്ങൾ ചെവി കൊടുക്കരുത്. അതൊരുക്കരുത്. അമ്പലക്കടവൊക്കെ വന്നാൽ കുറച്ച് വണ്ടിയൊക്കെ എടുത്ത് പോയിക്കോളി. കാരണം നമ്മളെ ഘടകശിയ കുറച്ചാളെയൊക്കെ കൂട്ടിക്കൊടുക്കണം. അപ്പോ സോക്കട് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നിഷ്പക്ഷമായി ചിന്തിക്കണോലോടാ ചോദിക്കണത്. വിരൽ തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, ചികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ, ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ്. www.hubburrasool.net